ഓ, ഈ അലവലാതി രാവിലെ തന്നെ തുടങ്ങിയല്ലോ. എടി, എന്നോടൊരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട് നിനക്ക് എണീക്കാൻ ഉദ്ദേശമില്ലെങ്കിലും അലാറം വെച്ച് ബാക്കിയുള്ളവരെ എണീപ്പിക്കരുതെന്ന്. അയ്യോ, വിളിക്കല്ലേ. എന്താ ഞങ്ങളൊക്കെ എഴുന്നല്ലേ, ഇനി നീ കിടന്നു അങ്ങോട്ട് എണീറ്റ് വാ. ഇവരൊക്കെ ആരൊക്കെന്നാണോ? ഇതാണ് നയനിക, ലാവണ്യ, ചൈതന്യ, ഗായത്രി. ആ എലിച്ചോണ്ട് നിൽക്കുന്നവളാണ് ഗായത്രി. രാവിലെ തന്നെ അലാറവും വെച്ച് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കാനാണ് ആളുടെ സ്ഥിരം സ്വഭാവം. എന്നാലോ അവളിട്ട് എഴുന്നേൽക്കില്ല. ഇവരെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ആദ്യത്തെ ആളാണ് നയനിക എന്ന നയൻ. സുഹൃത്തുക്കളെ നയൻ എന്ന് വിളിക്കും. വീട്ടിലെല്ലാവരും നിയാന്നും വിളിക്കും. ഡോക്ടർ ശങ്കറിന്റെയും ഡോക്ടർ മീനാലക്ഷ്മിന്റെയും ഒരേ ഒരു പുത്രി. ആളിപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഇവള് മാത്രമല്ല, ബാക്കി 3 പേരും. രണ്ടാമത്തവളാണ് ചൈതന്യ എന്ന ചിത്തു. സാഗർ മേനോന്റെയും സിത്താര സാഗറിന്റെയും മക്കളിൽ ഒരുവൾ. 2 പേരും എഞ്ചിനീയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പാത ചൈതന്യം തിരഞ്ഞെടുത്തു. മൂന്നാമത്തവളാണ് ലാവണ്യ എന്ന ലച്ചു. വിജയമാഷിന്റെയും പത്മ വിജയന്റെയും മക്കളിൽ ഇളയവൾ. അവസാനത്തെ കിളിപോയ ഐറ്റമാണ് ഗായത്രി. സുനിലിന്റെയും രുക്മിണിയുടെയും ഏകപുത്രി. മതിയല്ലോ, അതായിരുന്നു അവരുടെ ധാരണ. ഇവളുണ്ടായതോടുകൂടി ഇനി കുട്ടികളെ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവരെത്തി. അമ്മയടുത്ത് ആറ്റം ബോംബ് ഐറ്റായിരുന്നത്. ആ ഹലോ അമ്മ. ഗായു, നീ ഇവിടുന്ന് പോണ സമയത്ത് എന്റെ ബാഗ് പോയിട്ടാണ് പോയത്. ആ, നല്ല ബാഗ്, അതുകൊണ്ട് ഞാനും കൂടെ എടുത്തു. എടി കുരുത്തം കെട്ടവളെ, ഓരോ പോക്കിലും നീ ഇങ്ങനെ എന്റെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയാലോ ഞാൻ എന്താ ചെയ്യാ? ഓ, ഇവളൊക്കെ ഉണ്ടാക്കണ നേരം കൊണ്ട് വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ആ, ഓക്കെ, വാഴന്റെ കാര്യമില്ല, അത് നമുക്ക് നോക്കാം. ആ, അവക്ക് രാവിലെ തന്നെ കേട്ടുന്ന തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പെണ്ണിന് എത്ര കിട്ടിയാലും മതിയാവൂല. എടി മരവാഴ, നിനക്ക് എന്തിന്റെ കട? നീ ഓരോ തവണ അങ്ങനെ പോകുമ്പോൾ ആന്റിന്റെ ഓരോ സാധനങ്ങളായിട്ട് വന്നാലോ? പാവ ആന്റി ഇനി ബാങ്കിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യാന്ന് ആർക്കറിയാം. എന്ത് ചെയ്യാൻ, അമ്മയ്ക്ക് അറിയാലോ. ഞാൻ അവിടെ പോയി വന്ന അമ്മന്റെ എന്തെങ്കിലും ഒരു സാധനം മിസ്സിംഗ് ആണെന്നുള്ളത്. അപ്പൊ അമ്മ വേണ്ട അതൊക്കെ ശ്രദ്ധിക്കാൻ. ഓഹ്, രാവിലെ തന്നെ നമ്മളോട് സംസാരിച്ചിട്ട് നമ്മുടെ പ്രഷർ തെറ്റും. ആ, പിന്നെ ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് ഉണ്ടാവൂല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അച്ഛനും അമ്മയും ഏട്ടനും വരുന്നുണ്ട് നാട്ടിൽ നിന്നുള്ളത്. ആ, അത് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ഏട്ടന് ഇവിടുത്തെ ഏതൊരു കോളേജിൽ പ്രൊഫസറായി വരുന്നുണ്ടല്ലേ? ആ, ഏതൊരു കോളേജിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിന്റെ കളിയൊന്നും നീ നടക്കൂലല്ലോ. അതിനിപ്പോ എന്താ? എടി ഞാൻ തിരിച്ചിങ്ങോട്ടൊക്കെ തന്നെ വരും. 2 ദിവസത്തെ കാര്യമുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരും. ഓ, ഏട്ടന്റെ കൂടെ നിന്നാൽ ശരിയാവില്ല. അങ്ങനെ ഹിറ്റ്ലർ മാധവൻകുട്ടിയാ. എന്തോ ആലോചിച്ച് നിൽക്കടി. എന്താലോചിച്ച് നിൽക്കാൻ? അവളുടെ കോയിൻസിഡന്റ് തന്നെ ആയിരിക്കും. നിനക്കെങ്ങനെ മനസ്സിലായി? അതാ മോന്ത കണ്ടാ തന്നെ അറിഞ്ഞൂടെ. 500 ബൾബും കത്തിച്ച് നിൽക്കുന്ന കണ്ടാ തന്നെ ഉറപ്പിച്ചൂടെ അവരെ പറ്റി തന്നെ ആയിരിക്കും എന്നുള്ളത്. എടി, എത്ര വർഷം നിന്റെ 1 സൈഡ് ലവ് തുടങ്ങിയിട്ട്? 4 വർഷം. ഞാൻ +1 പഠിക്കുന്ന സമയത്തായിരുന്നു അവൻ ആദ്യമായിട്ട് കാണുന്നത്. ആഹാ, എന്നിട്ട് ബാക്കി പറ. ഇപ്പോഴോ? അതിനെന്താ, ഇപ്പൊ ഫ്രീ പീരീഡ് അല്ലേ? അതെ, കുറെ കാലം നിന്റെ കോയിൻസിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണെന്ന് ഇതുവരെ അറിയില്ല. അത് നീ പറ. നയന്റെ ഓർമ്മകൾ 4 വർഷം പിറകിലേക്കായിട്ട് പോയി. താൻ +1 പഠിക്കുമ്പോൾ എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു ഒരു മഴയത്ത്. അവളുടെ കുട ഒരു മരച്ചില്ലയിൽ തങ്ങി കിടക്കുകയായിരുന്നു. അതെടുക്കാൻ വേണ്ടി അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഷടാ, ഇത് കിട്ടുന്നില്ലല്ലോ. ക്ലാസ് ആണെങ്കിൽ തുടങ്ങാനുമായി. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. പിന്നീട് പലവട്ടവും നയൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ച്, സ്കൂളിന്റെ മുന്നിൽ വെച്ച്, പല സ്ഥലങ്ങളിലായിട്ട്. തികച്ചും യാദൃശികമായിട്ടായിരുന്നു അവൾ അവനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ അവൾ ഇട്ടിരുന്ന പേരായിരുന്നു കോയിൻസിഡന്റ് എന്നുള്ളത്. എന്നാൽ അവളെന്നൊരു വ്യക്തിനെ കുറിച്ച് അവന് യാതൊരു അറിവുമില്ലായിരുന്നു. അവൻ നയന്റെ ഒരു 1 സൈഡ് ലവ് മാത്രമായിരുന്നു. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ അത് വെറും അട്രാക്ഷൻ ആണ് തോന്നിയിരുന്നത്. പക്ഷെ പിന്നീട് പലതവണ അവനെ കാണുമ്പോഴും എന്തെന്നില്ലാത്തൊരു കൗതുകമായിരുന്നു. പിന്നീട് കൗതുകം എപ്പോഴും ഒരു പ്രണയമായി മാറി.
അല്ലെങ്കിലും ഒരാളോട് പ്രണയം തോന്നാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. അല്ല, അപ്പൊ അവൻ എന്റെ നാട്ടുകാരനാ? എന്റെ നാട്ടുകാരനാണോ എന്ന് എനിക്കറിയില്ല. അവനെ ഞാൻ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്. ഓഹോ, അപ്പടിയാ. അല്ലെങ്കിൽ ആളെ കാണാൻ എങ്ങനെ, ഏകദേശം നമ്മുടെ ഏജാണോ? നമ്മുടെ ഏജാണോ എന്ന് എനിക്കറിയില്ല. അത്ര നമുക്കത് താങ്ങാൻ അറിയാം. എനിക്കൊന്നും അറിയില്ല. എനിക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. അവന്റെ പേരെന്താണോ, അവന്റെ നാടെവിടാന്നോ, അവൻ എന്താ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, എനിക്ക് അവനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഇഷ്ടം. അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അല്ല, നീ അപ്പോൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലായിരുന്നു, അവനെ കാണുന്നവരെ. അപ്പൊ നീ 4 വർഷത്തിനടുക്ക് ഇന്നേ വരെ അവനോട് ഇഷ്ടം അറിയിക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല? ഇല്ല, സത്യം പറയാണെങ്കിൽ ഇല്ല, ശ്രമിച്ചിട്ടില്ല. പക്ഷെ എന്തോ ഇങ്ങനെ ദൂരെ നിന്ന് പ്രണയിക്കാനും ഒരു പ്രത്യേക സുഖാടി. ദൂരെ നിന്നും അവന്റെ കല്യാണം കാണുമ്പോൾ അതിനേക്കാളും സുഖമായിരിക്കും. ഓ, ഈ ദുരന്തത്തിനെ കൊണ്ടുണ്ടല്ലോ. അല്ല, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞു. നീ വാ തുറക്കരുത്. ഓ, ഈ പഠിപ്പിച്ചിട്ട് ഇവക്കൊന്ന് ഫ്രീ പീരീഡ് അങ്ങ് വെറുതെ ഇരുന്നൂടെ? എടി ചെയ്യണു, എടി പുസ്തകം പോയില്ലേ, എടി ഫ്രീ പീരീഡ് അങ്ങ് വെറുതെ ഇരിക്കടി. നീ എന്താ എഴുതി കൂട്ടുന്നത്? എനിക്ക് ആഗ്രഹമില്ല. എന്താണോ അടുത്ത പീരീഡിലെ വേണുമാഷിൻ്റെത്? അങ്ങനത്തെ അസൈൻമെന്റ് വെക്കണ്ടേ? അസൈൻമെന്റോ? എടി അത് ബുധനാഴ്ചത്തേക്കടി. അതിനൊന്നല്ല ബുധനാഴ്ച. എന്റെ രേണു, നീ ഞങ്ങളോട് സംസാരിച്ച് നിൽക്കുന്ന കാണുന്നില്ലല്ലോ. അത് നമുക്കൊരു ഒന്ന് സൂചിപ്പിച്ചൂടായിരുന്നോ? രേണു, നമുക്കൊന്ന് ഉറക്ക കരയായിരുന്നു. നീ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞേനെ. അതിന് ഞാനറിഞ്ഞോ നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുള്ളത്? ഞാൻ വിചാരിച്ചു നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ടാവുക. എന്റെ രേണു, എനിക്ക് അറിഞ്ഞൂടെ ഞങ്ങൾക്ക് അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിഞ്ഞൂട. അതാണെങ്കിൽ 20 പേജും ഉണ്ട്. ഇപ്പൊ എഴുതിയായിട്ട് തീരുമില്ല. ഞാൻ നോക്കിയിട്ട് ഒറ്റ ഐഡിയ ഇനി കാണുന്നുള്ളൂ. അങ്ങനെ കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ടായാലും നാളത്തേക്ക് വെക്കാന്ന് പറയും. ഇടി, അതിന് എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല. അതിനൊരു ഐഡിയ ഉണ്ട്. നീ ഒന്ന് മറ്റാൻ കെട്ടിപ്പോണ കാര്യം ആലോചിച്ചു. അപ്പൊ നമുക്ക് താനേ കരച്ചിൽ വന്നോളൂ. ഇവളെ ഞാനൊന്ന് പാവായിരുന്നു എൻ്റെ അച്ഛമ്മ. ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു അതിന്. പക്ഷെ എനിക്കൊരു നോക്ക് പോലും കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച ജീവനായത്. എന്ത് ചെയ്യാനാ, വിധിയായിരിക്കും. ഒരു അച്ഛമ്മന്റെ സ്നേഹം കിട്ടാനുള്ള വിധി എനിക്കില്ല. അതൊക്കെ തന്നെ ഇവിടെ പറയേണ്ട ആവശ്യം എന്താടി? എടി, കരച്ചിലുണ്ടാക്കടി. ഓഹോ, അങ്ങനെ. എടി, അതിനത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണൊന്നും നനഞ്ഞാ പോരെ, അതിന് കുറച്ച് വെള്ളം എടുക്കുക, അങ്ങോട്ട് ആക്കുക, അത്രല്ലേ ഉള്ളൂ. അയ്യേതെന്ത് LKG കുട്ടിയോ? ഇവളെ ബുദ്ധി അല്ലെങ്കിൽ അത്ര തന്നെ ഉള്ളൂ. എടി, ഞാൻ പറഞ്ഞ ആദ്യം അങ്ങോട്ട് കേക്ക്. ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് നാച്ചുറൽ ആക്ടിങ് വരാത്ത എന്റെ കുറ്റാണോ? ഇതൊക്കെ ഇങ്ങനെ വെരി നാച്ചുറൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ബോട്ടെടുക്കുക, കുറച്ച് വെള്ളം, എന്നിട്ട് അയ്യാ, വാവ്, വാട്ട് എ നാച്ചുറൽ. ഇതെന്താണ് നണക്കെട്ട് കുട്ടിയതോ? കുപ്പി ഒന്ന് സ്ലിപ്പായതാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇതാരത്? യുദ്ധമുഖത്ത് പുതിയൊരു ബടൻ. യാരെന്താ കട്ടുപൂച്ച? ഇത് അങ്ങനെ കാണാൻ നന്ന പോലുണ്ട്. എന്നെ പോലല്ലടി, അതെന്റെ ഏട്ടനാ. അങ്ങേർക്ക് ഏതോ ഒരു കോളേജിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ കോളേജ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാവ്, അടിപൊളി. വെറുതെ അല്ല, നിന്റെ ഏട്ടനല്ലേ. അതാണ് അങ്ങനെ കാണാൻ പൂച്ചനെ പോലെ ഇരിക്കുന്നത്. ഞാനതാ നോക്കുന്നത്. നിങ്ങളൊരു പൂച്ച ഫാമിലി അല്ലേ? മുണ്ടാതെ ഇരിക്കടി. ഹേ യു. മീ. യാമിയോ? പേര് യാമിന്നാണോ? അല്ല, പേര് ഗായത്രി സാർ. താഴ്ന്ന ഭാഗം നനഞ്ഞിരിക്കുന്നത് കുളിനാനൊക്കെ കോളേജിൽ വെച്ചിട്ടാണോ? അല്ല സാർ, വെള്ളം കുടിച്ചതാ. കണ്ണുകൂടെ? അല്ല, എപ്പോഴും വായക്കൂടല്ലേ കുടിക്കാറ്. അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട്. ഓഹോ, അപ്പൊ താൻ എപ്പോഴും അവിടെ ഇന്നലെ ക്ലാസ് കേൾക്കാറ്. അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ടേ പുറത്തു പോയി നിൽക്കേണ്ടി വരും അല്ല സാർ? അല്ല, ഇവിടെ എന്റെ അടുത്തൊന്ന് നിൽക്ക്. ഇയാളടുത്ത് നിൽക്കാൻ ഞാൻ അറിയാളെ ബോഡി കാർഡും. ഓൾക്ക് ആയോന്റെ ഒരു കാര്യം വന്നേ പറഞ്ഞു. അവളുടെ ഏട്ടന്റെ കയ്യിൽ നിന്ന് വാരിക്കുട്ടി. അവളുടെ നാക്കതിനെ അടക്കി വെക്കില്ല. ആ നാക്കനാണ് ഏറ്റവും ശത്രു. അവക്ക് 2 കേട്ടാലെന്താ? വേണുമാഷിന് പകലല്ലേ ഈ സാറ് വന്നത്. അതുകൊണ്ട് നമുക്കിനി അസൈൻമെന്റ് വെക്കണ്ടല്ലോ. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണുമാച്ച ഒരു അസൈൻമെന്റ് തന്നിട്ടില്ലായിരുന്നോ? അതെല്ലാവരോടും സബ്മിറ്റ് ചെയ്തേ. എന്താണിത്? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഉറപ്പിക്കണ്ടെന്ന്. ഇനി അസൈൻമെന്റ് വെക്കാനുള്ള ഒരാൾക്കാ ഗെറ്റ് അപ്പ്. വീട്ടിലേക്ക് ഓടി. അപ്പൊ നിങ്ങൾ 3 പേരാണ് ഇനിയിപ്പോ അസൈൻമെന്റ് വെക്കാത്തവർ അല്ലേ? സാർ 3 അല്ല 4. ഞാനുണ്ട്. ഞാൻ പിന്നെ ഓൾറെഡി ഇവിടെ നിൽക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ നയനിക, ചൈതന്യ, നിങ്ങൾ നാളെ വരുന്ന സമയത്ത് 2 times അത് എഴുതിയിട്ട് വരണം. ആൻഡ് ലാവണ്യ, ഗായത്രി 3 times. സാർ അതെന്താ സാർ ഞങ്ങൾ 3?
എന്നാ 4 ആക്കാം. അയ്യോ വേണ്ട. എന്നാ ഇത് ലച്ചു നിന്റെ ഏട്ടനെന്താ ഇവിടെ കാണാൻ പോയിട്ട് സാധനം? അല്ല നീ അവളുടെ കൂടെ 8ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചല്ലേ, എന്നിട്ട് നിനക്ക് അവളെ ഏട്ടനെ പറ്റി അറിയില്ലായിരുന്നു? ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു എനിക്കറിയായിരുന്നു, അത് ഇതുപോലത്തെ ഒരു വെട്ടുപോതാന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് ഇവള് കണ്ടിട്ടൊന്നുമില്ല. ഇവളുള്ള സമയത്തൊക്കെ ഏട്ടൻ ഹോസ്റ്റലല്ലായിരുന്നു. എടി ഇന്നെന്താ ക്യാൻറ്റീനിൽ എത്ര തിരക്ക്? ഓ അതാ ബയോടെക്കിന്റെ ആൾക്കാരും കൂടെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ബയോടെക്കിന്റെ ആൾക്കാരോ? എടി നമ്മുടെ കോളേജിന്റെ അണ്ടറിൽ വരുന്ന വേറൊരു കോഴ്സാണ് ബയോടെക്. അവരെ കോളേജ് അപ്പുറത്തേക്ക് മാറിയിട്ടായിരുന്നു. ഇപ്പൊ നമ്മളെ ബിൽഡിങ്ങിനടുത്ത് വേറൊരു ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞില്ലേ, അത് അവരതാണ്. അതിന്റെ പണി കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്നു, അതുകൊണ്ടാണ് ക്യാൻറ്റീനിൽ എത്ര തിരക്ക്. ആഹാ, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവിടെ അല്ലായിരുന്നു വിവേട്ടം പഠിപ്പിച്ചുകൊണ്ട് നിന്നത്. ഓ ഓ അങ്ങനെ. പറഞ്ഞ മാതിരി നിന്റെ വിവേട്ടം വന്നിട്ട് 2 ആഴ്ചയായില്ലേ, ഇതുവരെ നിന്നെ കാണാൻ പോലും വന്നിട്ടില്ലല്ലോ. ഓ അതൊന്നും പറയണ്ടടി, പഠിക്കുന്ന കാര്യത്തിൽ ഇവളെ ഏട്ടന്റെ ബാക്കിയാണത്. ഓ ഈ പ്രൊഫസർമാരൊക്കെ കെട്ടിയതാലും കുഴപ്പം, ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ആ അത് സത്യാ മോളെ, പഠിക്കുന്ന കാര്യത്തിൽ എന്തൊരു സ്ട്രിക്റ്റ് ആണെന്നറിയോ. ഇനിയിപ്പോ സെയിം ബിൽഡിങ്ങും കൂടി ഇല്ലേ, പറയും വേണ്ട, എന്റെ ഒരു കളി നടക്കൂല. നിന്റെ മാത്രല്ല എന്റെയും. ആ ഗൈസ് അതാ വിവേട്ടം വരുന്ന. എന്നാലും കളി സിനിമാ നടനെ പോലെ ഉണ്ട്. ചിത്തു ആള് നല്ല ഹാൻസം ആണല്ലോ. ഹായ് ഗൈസ്, ഐ എം വിവേക്. ആ അറിയാം, ചിത്തു പറഞ്ഞിട്ടുണ്ട്. ആ അവളെപ്പോഴും നിങ്ങളെ കുറിച്ചും പറയാറുണ്ട്. നിങ്ങളെ ഞാൻ പരിചയപ്പെടാൻ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു. ആ ഞങ്ങളിപ്പം ചോദിച്ചിട്ടുള്ളൂ, വന്നിട്ട് 2 ആഴ്ച ആയാലും ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങോട്ടേക്കെന്ന്. ഓ അത് കുറച്ച് തിരക്കിലായിപ്പോയി, അതാ പിന്നെ പരിചയപ്പെടാൻ വരാൻ പറ്റാഞ്ഞത്. ഓൾറെഡി നമ്മളെ കോളേജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കാനല്ലോ, അതിന്റെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും ഇവിടെ ഒക്കെ വെച്ച് കാണാലോ. അതെ, എപ്പോഴാ നിങ്ങളെ കല്യാണം? അല്ല എൻഗേജ്മെന്റിന് വരാൻ പറ്റില്ല, അപ്പൊ കല്യാണം കൂടാലോ പെട്ടെന്നാണെങ്കിലേ. ചിത്തു പഠിക്കല്ലേ, പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടോ, കുറച്ച് തിരക്കുണ്ട്. എന്നാ ശരി, വിളിക്കാം. നയൻ നന്മനെ കുറ്റം പറഞ്ഞിട്ട് അവനെ നോക്കി, ചക്കം പൊടി കേട്ടോ. ഋഷി ഇവിടെ. കൃഷിയോ? കൃഷി എന്നാണ് പേര്? കൃഷിയല്ലടി കൃമി, ചേ പോയി തോണ്ടിട്ട് പടി. എടി പൊട്ടത്തി ഋഷി. അപ്പൊ നമുക്ക് അവന്റെ പേര് കിട്ടി. അവൻ ബയോടെക്കാന്ന് മനസ്സിലായി. ഇനി ഭാഗ്യക്കാർക്ക് ഈസല്ലേ, ബയോടെക്കാന്ന് നിനക്കങ്ങനെ മനസ്സിലായി. എടി അവനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ കണ്ടത്, അപ്പൊ അതിന്റെ അർത്ഥം അതാണ്. എന്നാലും നയൻ ഇത് ശരിക്കും അത്ഭുതമായിട്ടോ. നയൻ ഡീ കാറ്റ് പോയോ, ചത്ത? അവളിപ്പോ ലോകത്തൊന്നല്ല, സന്തോഷായില്ലേ? എന്തായാലും ചെലവുണ്ടടി. ആ അങ്ങനെ അവർക്ക് 2 കിട്ടിയൊരു സിനിമാ നടനെ. പക്ഷെ ലച്ചു നിന്റെ ഏട്ടനെ എവിടെ നിൽക്കോ നോക്കുമ്പോ സിനിമ നടൻ ലുക്കണടി. അങ്ങോട്ടേക്ക് നിന്റെ ഏട്ടൻ മതി. ശരിയാണല്ലോ, അങ്ങനെ ക്ലാസ് ഒന്നും ലുക്കൊന്നുമില്ലായിരുന്നല്ലോ. അത് ചിലപ്പോ അസൈൻമെന്റ് ചോദിച്ചോണ്ടായിരിക്കും. ആ ഇവിടെ ഏട്ടന് വായനക്ക് തന്നോ, നിന്റെ ചെക്കൻ അതാ പോണം. അയ്യോ പോയോ? ആ പോട്ടെ, കുഴപ്പമില്ല, ഇവിടെ തന്നെ അല്ലല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം. ആരെ കണ്ടുപിടിക്കുന്ന കാര്യം പറയുന്നത്? നിങ്ങൾക്കൊന്നും പഠിക്കാനില്ലേ? ക്യാൻറ്റീനിൽ ഇരുന്നിട്ടോ. ഇവിടെ അങ്ങനെ വായി നോക്കി നിൽക്കാതെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. ഏത് 4 അക്ഷരം സാർ? അല്ല എല്ലാരും പറയുന്നതൊക്കെ 4 അക്ഷരം പഠിക്കാൻ, പക്ഷെ 4 അക്ഷരം ഏതാന്ന് മാത്രം ആരും പറയാറില്ല. ഓ ഈ പെണ്ണടുത്തതും വാങ്ങി. വാ പറഞ്ഞുതരാം ഏതാണ് 4 അക്ഷരം എന്നുള്ളത്. അയ്യോ വേണ്ട സാർ. അല്ല അങ്ങനല്ലല്ലോ, സംശയങ്ങൾ എപ്പോഴും നമ്മൾ അപ്പൊ തീർക്കണ്ടേ. ഗായത്രി ഗെറ്റ് അപ്പ്, ലൈബ്രറിയിലേക്ക് നടക്കും. നിനക്ക് 4 അക്ഷരം ഒന്ന് പറഞ്ഞാൽ തരേ ബാക്കി കാര്യമുള്ളൂ. ആ പോക്ക് കണ്ടിട്ടെ മിക്കവാറും ഏട്ടൻ അവർക്ക് 4 ആവില്ല, 40 അക്ഷരം എന്ന് പറഞ്ഞു കൊടുക്കുന്ന തോന്നുന്നത്. ഈ പെണ്ണ് എത്ര കിട്ടിയാലും പഠിക്കൂല. എടി അങ്ങോട്ടൊക്കെ പാവം കായി അവള് പെട്ടെന്ന് തോന്നുന്നത്. അവൾ ആദ്യമായിട്ടായിരിക്കും ഇത്ര അട്ടി ബുക്കൊക്കെ കാണുന്നുണ്ടാവും.
നയൻ, നീ എന്താ നോക്കുന്നത്? നല്ല കോയിൻസിഡന്റ് ആണോ? ആ, അവര് ഈ ബിൽഡിങ്ങിലാണ് പറഞ്ഞത്, പക്ഷെ എവിടെയും കാണുന്നില്ല. അതൊക്കെ കണ്ടോളടി. ആ, അങ്ങനെ നിന്റെ ആളെ നീയും കണ്ടു. ഇനി എന്റെതൊക്കെ എവിടാണാവോ എന്തോ. അയ്യോ സോറി സോറി സോറി, ഞാൻ പെട്ടെന്ന് കണ്ടിട്ടില്ലായിരുന്നു. ഐ എം സോറി, ഞാൻ പെട്ടെന്ന് തിരക്കിൽ വരുമ്പോ. ആ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അതാരാടി? നിനക്ക് അവനെ നേരത്തെ അറിയോ? പിന്നെ അറിയാതെ? അതേ കെട്ടാൻ പോണ ചെക്കനല്ലേ, പേര് പി കെ സദാശിവൻ. ശരിക്കും? ഓടി പൊട്ടത്തി, എനിക്ക് അങ്ങനെയാണ്, ഞാൻ അയാളപ്പല്ല കാണുന്നത്. ഹർഷു, ഇവിടെ ഏതാടാ പെണ്ണ്? ഏത് പെണ്ണ്? നീ നേരത്തെ സംസാരിച്ചത്? ആ, എനിക്കറിയണ്ട. അത് കള്ളം, നീളെ സംസാരിക്കുന്നത് കണ്ടല്ലോ. സത്യം വേടാ, നിങ്ങൾ തമ്മിൽ ലവ്വാ? അയ്യോ, എങ്ങനെ മനസ്സിലായി? ലവ് മാത്രല്ല, അടുത്ത മാസം ഞങ്ങളുടെ കല്യാണം. അവളുടെ പേര് അമ്മണി. അപ്പൊ നിനക്ക് അവളെ അറിയില്ലല്ലേ? അത് എന്നോട് മറിയോന്താ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ക്ലാസ് കയറാൻ നോക്ക്. ആ, രണ്ടുപേരും തമാശക്ക് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ആർക്കറിയാം കാലവർക്ക് വേണ്ടി കാത്തു വെച്ചത് എന്താണുള്ളത്. എടി കായു, എടി ഞാൻ തേരാപ്പാറ നടക്കാതെ ആ അസൈൻമെന്റ് എടുത്ത് എഴുതാൻ നോക്കടി. ഇവിടെ മിക്കവാറും ആ സാറിന്റെ കയ്യിൽ നിന്ന് വാരിക്കൂടുന്ന തോന്നുന്നത്. എടി, നിനക്കൊക്കെ അത് പറയാം. നിനക്കൊക്കെ വെറും 40 പേജ് എഴുതിയാൽ മതി, എനിക്കോ 60 പേജ്. ദാറ്റ് മീൻസ് നിങ്ങളെക്കാളും 20 പേജ് എക്സ്ട്രാ ഞാൻ എഴുതണം. എനിക്ക് തോന്നുന്നു എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. ഞാൻ വേറെ വല്ല ഐഡിയ നോക്കട്ടെ. എന്റെ പൊന്ന് കായു, നിന്റെ ഒരു ഐഡിയ കാരണമാണ് നീ ഇന്ന് ആ ക്ലാസ് മൊത്തം സാറിന്റെ പീരീഡിൽ നിൽക്കേണ്ടി വന്നത്. ആ, അതൊരു അബദ്ധം പറ്റിയതല്ലേ, പക്ഷെ ഇതങ്ങനെ ആവില്ല. ഹലോ ലച്ചു, എടി ഞാൻ പറഞ്ഞ നീ കേൾക്കുന്നുണ്ടോ? എടി, നീ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കുന്നില്ല. എന്റെ ഫോണിൽ ചാർജ് കുറഞ്ഞിട്ടാണോ തോന്നുന്നത്? നോക്ക്, നീ ഞാൻ പറഞ്ഞ അങ്ങോട്ട് വ്യക്തമായിട്ട് കേട്ടോ. എനിക്കറിയാം നിനക്കും അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഞാൻ നോക്കി ഒറ്റ ഐഡിയ കാണുള്ളൂ. നീ നാളെ കോളേജിലേക്ക് വരുമ്പോണ്ടല്ലോ, നിന്റെ ഏട്ടൻ തന്നെ റൂമിൽ പൂട്ടിട്ടാണ്. എന്നിട്ട് കോളേജ് കഴിഞ്ഞ് വന്നിട്ട് തുറന്നു കൊടുത്താൽ മതി. എങ്ങനെയാണ് എന്റെ ഐഡിയ? അയ്യോ, ഇതാരത്? ലച്ചുന്റെ അച്ഛനാണോ? അല്ല, ലച്ചുന്റെ ഏട്ടനാണ്. എന്തായാലും ഗായത്രി ഐഡിയ കൊള്ളാം. അതുകൊണ്ട് ഗായത്രി നാളെ വരുമ്പോണ്ടല്ലോ 3 തവണ അല്ല 5 തവണ എഴുതി കൊണ്ടുവരേണ്ടിട്ടോ. Wow, beautiful people. എടി കായു, നീ ഇതുവരെ റെഡി ആയിട്ടില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്ക് ഒരു ചെറിയ തലവേദന. സ്വാഭാവികം. ഇന്നലെ അസൈൻമെന്റ് ചെയ്യാണ്ട് തേരാപ്പാറ നടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. അപ്പൊ ഇതായിരുന്നില്ല നിന്റെ പ്ലാന്? ഏയ്, എന്റെ പ്ലാൻ ഇതൊന്നല്ലായിരുന്നു. അതങ്ങ് ചെറുതായിട്ട് പാളി. നോക്കുക, അത് കളിക്കല്ലോ കേട്ടോ. സാറിന് ഉറപ്പായിരിക്കും നീ വരാത്തത് കണ്ടാൽ നീ അസൈൻമെന്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എന്നുള്ളത്. ആ, അയാൾക്ക് എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. ഐ ഡോണ്ട് കെയർ. നിങ്ങൾ പോവുണ്ടെങ്കിൽ പോ. എനിക്ക് ഡോറടിച്ചൊന്ന് കിടന്നുറങ്ങണം. ഇങ്ങനൊരു സാധനം അവളോട് പറഞ്ഞിട്ട് കാര്യവാ, നമുക്കിറങ്ങാം. ചിത്തു, നയൻ, ലച്ചു, എടി നീ എന്താ വൈകി? ഓ, അതോ, ഏട്ടൻ പറഞ്ഞു നിങ്ങളും കൂടി പിക്ക് ചെയ്യാന്നുള്ളത്. ഓ, ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഗായത്രി ഇവിടെ? അവക്ക് ചെറിയൊരു തലവേദന, ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികം. ആ തലവേദന ഞാൻ ആദ്യം മുന്നിൽ കണ്ടതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പിക്ക് ചെയ്തോളാം എന്നുള്ളത്. എന്നാൽ രണ്ടാളും കയറിയിരിക്കും, ഞാൻ ഗായത്രിനെ വിളിച്ചിട്ട് വരാം. എന്നെ എന്താണ് സീനി? ആർക്കറിയാം, അവളെന്തോ ഒപ്പിച്ചിക്കുന്നു, അത് ഉറപ്പായി. ഓ, ഇവളുമാര് ഇതുവരെ പോയില്ലേ? ആ ബെല്ലടിച്ച് പൊളിക്കോ? എടി, ബെല്ലടിക്കാടി വരുന്നടി. Calm down, my daughter, calm down. I'm coming. അയ്യോ, ഇതാ കാട്ടുപൂച്ചല്ലേ? ഇയാളെന്തൊക്കെ അവിടെ? ഹായ്. ഹലോ. തലവേദന എങ്ങനെയുണ്ട്? ഇപ്പം കുറച്ച് കൂടിയെന്നൊരു സംശയം. സ്വാഭാവികം, കൂടാനൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ. സാറില്ലേ, ക്ലാസ്സിൽ വന്ന എല്ലാ തലവേദനയും മാറിക്കോളും. 5 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് റെഡി ആയിട്ട് താഴോട്ടേക്ക് വാ. അല്ല സാർ, ഞാൻ ഇന്ന് സിക്ക് ലീവാ. എന്ത് സിക്ക് ലീവ്? നിനക്ക് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചുമ്മാ കള്ളം പറഞ്ഞ് ലീവ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ഇയാളെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ.
എന്റെ ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെ അനാവശ്യമായിട്ട് ലീവ് എടുക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ സാറ് ഞാൻ ലീവ് എടുക്കുന്ന എല്ലാവരുടെ വീട്ടിലും കയറി ഇറങ്ങും? ചിലപ്പോ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി വരും. പ്രൊഫസർ അല്ലേ പോസ്റ്റ്മാനോ? നിന്ന് പെറുപെറുക്കാതെ വേഗം പോയി റെഡി ആയിട്ട് വാ, സമയമില്ല. അതാ വരുന്ന ഗായു. നല്ല തലവേദന എങ്ങനെയുണ്ടടി? ഓ അതൊക്കെ മാറിയെന്നേ അല്ലേ ഗായത്രി? എടി ഗായു, നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട എന്താടി കാര്യം? എനിക്കറിയാം ഏട്ടനെ ഫോൺ എടുത്ത കാര്യമൊക്കെ. അല്ല, നിന്റെ ഏട്ടൻ ആര് അറിയാൻ മേലാതെന്ന് ചോദിക്കാം. അങ്ങനെ ആരും മാണിക്കല്ലേ പൃഥ്വിരാജോ ക്ലാസ്സിൽ വരാത്ത കുട്ടികളൊക്കെ പിടിച്ച് ക്ലാസ് കൊണ്ടുവരാൻ? സത്യം വേണ്ടി അങ്ങനെ കുട്ടികളെ പുറത്തക്കാരനല്ലേ? അതൊന്നും പോരാണ്ട് അയാൾ സേതുരാമർ സി ബി കളയും. എനിക്കതൊന്നും തീരെ പിടിക്കുന്നില്ല ലച്ചു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഇന്നലെ അസൈൻമെന്റ് ചെയ്യാൻ ആർക്കും ബാക്കിയില്ലായിരുന്നോ? നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഇന്റർവെല്ലിന് അവിടെ എന്റെ ക്യാബിൽ സബ്മിറ്റ് ചെയ്യേണ്ടി. അപ്പൊ നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സാർ കമേ. നിങ്ങളുടെ ക്ലാസ് പ്രസിഡന്റ് ആരാ ആൻഡ് വൈസ് പ്രസിഡന്റ്? ഞങ്ങൾക്ക് അങ്ങനെ ക്ലാസ്സിൽ ക്ലാസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒന്നും ഇല്ല. അടിപൊളി. എടോ ക്ലാസ് തുടങ്ങിയിട്ട് 6 മാസമായി, എന്നിട്ട് ഇതുവരെ നിങ്ങളൊന്നും തെരഞ്ഞെടുത്തിട്ടില്ലേ? ഇല്ല സാർ. എടോ താൻ ചെല്ല്, ഞാൻ പറഞ്ഞേക്കാം. എന്നാ പിന്നെ നമുക്ക് ഇന്ന് അത് നോക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ക്ലാസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആവാൻ താല്പര്യമുണ്ടോ? ഇല്ല സാർ. ബെസ്റ്റ്. എന്നാ ഓക്കെ, ഞാൻ 2 പേരെ തെരഞ്ഞെടുക്കാം. അത് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ആരെ ചൂസ് ചെയ്താൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ എന്താ ഒലിപ്പിക്കല്. അപ്പൊ നമ്മുടെ ക്ലാസ് പ്രസിഡന്റ് ഗായത്രി, വൈസ് പ്രസിഡന്റ് നയനിക്കും. ഞാനോ? എനിക്കൊന്നും ക്ലാസ് പ്രസിഡന്റ് ആവാൻ പറ്റില്ല. ഗായത്രിനോട് ഞാൻ ആവോന്ന് ചോദിച്ചതല്ല, ആകാൻ പറഞ്ഞതാണ്. ഇയാളെ നോക്കിക്കോ ലച്ചു, ഒരു ദിവസം ഞാൻ ഇയാൾക്ക് പൂച്ചവശം കൊടുത്തു കൊല്ലും. അപ്പം ഇവർ 2 പേരും തെരഞ്ഞെടുത്തിൽ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഗായത്രി, നയനിക, നിങ്ങൾ ലൈബ്രറി ഹാളിലേക്ക് ചെല്ല്, നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. ഓ, ഈ മീറ്റിംഗ് ഒക്കെ കേട്ട് എനിക്ക് ഉറക്കം വരുന്നു. എടി നയൻ, ഞാൻ TC വാങ്ങി പോയാലോ? നിനക്ക് ശരിക്കും അവളെ ഏട്ടനെ കൊണ്ട് മടുത്തൂല്ലേ? മടുത്തൂന്നോ? സത്യം പറഞ്ഞ എനിക്കിപ്പോ കോളേജിലൊക്കെ വരുന്നതിന് ഇഷ്ടമല്ലടി. സാരല്ല പോട്ടെ, നീ പിന്നെ നിന്റെ അടുത്തുണ്ടല്ലോ. നിനക്ക് ആ നാക്കൊന്ന് അടക്കി വെച്ചിടുകായു. ഞാൻ നാക്കടക്കി വെക്കാത്ത കുഴപ്പം ഇത് അയാൾ എന്നെ മനഃപൂർവ്വം കൊടുക്കുന്ന. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് അയാൾക്ക് എന്നോട് എന്തോ മുജ്ജന്മ ശത്രുത ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഒന്ന് കുറച്ച് നീങ്ങിയിരിക്കോ? സുഖാണെന്ന് ചോദിച്ചാലോ? ഒരു പരിചയമില്ലാതെ ഞാൻ പോയി സുഖാന്ന് ചോദിച്ചാ എടാ ഇപ്പൊ എന്താ പറയാ? പേരെന്താന്ന് ചോദിക്കി. എടി ഞാൻ അങ്ങോട്ട് കയറി പേരൊക്കെ ചോദിക്കുമ്പോ അവൻ എന്താ എന്നെ പറ്റി വിചാരിക്കാം? അപ്പം ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്നിട്ട് നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ 2 വാക്ക് സംസാരിക്കാം. എടി നിന്റെ ഉണ്ടക്കണ്ണും മേടിച്ച് ഇവിടെ നിൽക്കാതെ അവനോട് പോയിട്ട് എന്തെങ്കിലും സംസാരിക്കി. എടി ഞാൻ എന്ത് പറയാനാണ് അവനോട്? എടി എന്തെങ്കിലും പറ. അറ്റ്ലീസ്റ്റ് നീ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയട്ടെ. എന്നാലും നീ പോയിട്ട് ഒരു ഹായ് പറ. ബാക്കി കാര്യം ഞാനേറ്റ്. എന്നാ പറയല്ലേ? പറ. ഇനി ഇത്ര അടുത്ത ചാൻസ് നീ കിട്ടൂല. ഋഷി, നമുക്കൊന്ന് ലഞ്ച് പുറത്തു നോക്കിയാലോ? പുറത്തു പോയി കഴിക്കാം. ഓഹോ, നശിപ്പിച്ച് ഏതാണാ കിടാണു. എടി ഏതാടേ പെണ്ണ്? മിക്കവാറും നിനക്ക് പാരാവട്ടോ. പെട്ടെന്ന് ഗായു അത് പറഞ്ഞു കേട്ടതും അവർ 2 പേരും തമ്മിലുള്ള ഇന്ററാക്ഷൻ കണ്ടപ്പോഴും എന്തെന്നില്ലാത്തൊരു വിഷമം നയന് തോന്നി. പക്ഷെ അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് പലവട്ടവും ഋഷിയെ അവളെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ മനസ്സിൽ എന്തോ കൊളത്തി വലിക്കുന്ന പോലെ നയന് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ചില സമയത്ത് ഈ വൺ സൈഡ് ലവ് പെയിൻഫുൾ ആയിരിക്കും. നമ്മുടേതാണോ എന്ന് ചോദിച്ചാൽ അല്ല,
എന്ന് നമ്മുടേതാകൂ അതിട്ട് അറിയേയില്ല. എന്തോ ഉള്ളിൽ ഇഷ്ടമുണ്ടായിട്ടും പറയാൻ പറ്റാത്തൊരു വീർപ്പുമുട്ടലുണ്ടല്ലോ. ഇപ്പം അതാണ് നയൻ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നതും. സ്റ്റുഡൻസ്, നിങ്ങളെ ബയോമെഡിക്കലിൻ ആൻഡ് ബയോടെക് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനും ഇന്നതിനോട് വിളിച്ചു വരുത്തിയെന്ന് അറിയാലോ. നിങ്ങളെ കഴിഞ്ഞ സെമസ്റ്റർ റിസൾട്ട് വന്ന സമയത്ത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെക്കാളും കുറച്ചും കൂടെ പിറകിലേക്കായിട്ടായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്നത് ഈ ഇയറിലെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാം ആണ്. അതുകൊണ്ട് ആരും തന്നെ ഫെയിൽ ആവാൻ പാടില്ല. ഇന്ന് തൊട്ട് നിങ്ങൾ എക്സ്ട്രാ ടൈം എടുത്തിട്ട് ലൈബ്രറി വന്നിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങളെ എന്തിനും ഏതിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും നിതിൻ സാറും ഉണ്ടാവും. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഐ എം സോറി, ഞാൻ പെട്ടെന്ന് സോറി. നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നോ? ആ, കണ്ട പോലെ ഉണ്ട്. നിങ്ങൾ ബയോമെഡിക്കൽ അല്ലേ? ആ, പേര് ലാവണ്യ. താൻ നിതിൻ സാറിന്റെ സിസ്റ്റർ അല്ലേ? ആ, അതെ. ആ, കാണാൻ ഇതുപോലെ തന്നെ ഉണ്ട്. ബൈ ദ വേ, ഐ എം ഹർഷദ്. ഞാൻ ബയോടെക് സെക്കൻഡ് ഇയർ. ആ, നമ്മൾ 2 ക്ലാസ് ഉണ്ടല്ലോ ഇവിടെ, അപ്പൊ പിന്നെ ഊഹിക്കാലോ. ശരിയാണ്. എന്നാ പിന്നെ കാണാടോ. ആ, കാണാം. ഗായത്രി, താൻ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്. തനിക്ക് പഠിക്കാൻ എന്റെ മുഖത്താണുള്ളത്. സാർ, ഞാനിപ്പോഴാ സത്യം മനസ്സിലാക്കിയത്. എന്ത്? സാറിനെ കാണാൻ മാത്രല്ല പൂച്ചനെ പോലെ, സാറിന്റെ കണ്ണും പൂച്ചക്കണ്ണാ. ഗായത്രി, സോറി സാർ. വിവേട്ടാ, അതൊന്ന് എടുത്തരോ. വിവേട്ടാ, അതും കൂടെ മതി. വിവേട്ടാ, അതും കൂടെ. ഈ പെണ്ണിനെ കൊണ്ടത് നീ എടുത്തോ. വിവേക് സാറേ, ഞങ്ങളൊക്കെ പഠിക്കാതിരുന്നാലും പരിപാടി നടക്കട്ടെ. ഋഷി, എടാ, ഈ ബുക്ക് 6 ഓലാണുള്ളത്. നീ അവിടെ പോയി നോക്കിക്കോ. ഓക്കെ. ഹലോ, എടി ഇല്ല, കിട്ടിയിട്ടില്ല. ഞാൻ അതാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇവിടെ എല്ലാം ഒരു അട്ടത്താ കേട്ടി വെച്ചിരിക്കുന്നത്. നോക്കട്ടെ, കിട്ടിയാ വിളിക്കാം. എടി, എന്താടി, എന്തുറ്റി? ഒന്നുമില്ല. ബുക്ക് എവിടെ? എടി, ബുക്ക് എവിടെ? നിന്നെ അതെടുക്കാൻ ഏൽപ്പിച്ചേ. ബുക്ക് അത് കിട്ടിയില്ല. എന്നാ പിന്നെ പോട്ടെ, അത് വിട്, നമുക്ക് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് ആദ്യമായാണ് ഞാൻ അവനെ ഇത്രയും അടുത്ത് കാണുന്നത്.
എന്തോ ഒരു പ്രത്യേക തരം ഒരു ഫീൽ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഫീൽ. ഇറ്റ് ഫീൽ ലൈക്ക് വിയർഡ്, ഇറ്റ് ഫീൽ ലൈക്ക് വാം, ഇറ്റ് ഫീൽ ലൈക്ക് നൈസ്. ഐ എം falling for him. I wish I could tell him, but ബാക്കിയും കൂടെ എഴുതി. എന്താടി ഒരാൾ ഡയറി വെക്കത്ര നല്ല സ്വഭാവം അല്ല കേട്ടോ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ബട്ട് കഴിഞ്ഞിട്ട് ബട്ട് അവനെ കാണുമ്പോൾ ഞാൻ അണ്ണാക്ക് പിരിവിട്ടവൻ നിൽക്കും, അല്ലെങ്കിൽ പന്തം കണ്ട പെരിച്ചേൻ്റെ നിൽക്കും. ഇതല്ലേ ഒന്ന് പൊടി. നയൻ നോക്ക്, തമാശൊക്കെ വിടും. ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇനി 4 വർഷം 4 വർഷമായി നീ അവനെ ഇഷ്ടം മനസ്സിൽ വെച്ച് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലം നീ അവനെ അവിടെ ഇവിടെ വെച്ച് കാണാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങനെയല്ല, അവൻ നമ്മുടെ കോളേജിൽ, നമ്മുടെ ബിൽഡിങ്ങിൽ, ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ലൈബ്രറിയിൽ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിനക്ക് പറയാൻ പറ്റിയിട്ടില്ല നയൻ? നോക്ക്, ഇതിനിങ്ങനെ വിട്ടാൽ ശരിയാവേയില്ല. അവന്റെ കൂടെ ഒരു വാൽമാക്കറിനെ കണ്ടിട്ടില്ലേ? അവളെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതെ, എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അവൾ ഇവക്ക് മിക്കവാറും ഒരു പാരയാവും. അതെ, അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇനി ഇതിങ്ങനെ വൈകിപ്പിക്കാൻ പറ്റില്ലെന്ന്. നീ നാളെ തന്നെ നിന്റെ ഇഷ്ടം അവൻ അറിയിക്കണം. അവന്റെ ആൻസർ യെസ് ഓർ നോ, അത് വേറെ കാര്യം. അറ്റ്ലീസ്റ്റ് നിനക്ക് നിന്റെ ഇഷ്ടം അവനോട് പറഞ്ഞതിന് സമാധാനം കിട്ടും. അവരുടെ എല്ലാവരുടെയും ഉപദേശവും കേട്ട് പിറ്റേന്ന് തന്നെ ഋഷിനോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ നയൻ തീരുമാനിച്ചു. പക്ഷെ ഭാഗ്യം അത് അവളെ തുണച്ചില്ല. അവക്കന്ന് ഋഷിനോട് ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയില്ല. അന്നെന്നല്ല, പിന്നീട് അങ്ങോട്ടുള്ള ഒറ്റ ദിവസങ്ങളും അവൾക്ക് പറ്റിയിട്ടില്ലായിരുന്നു. എക്സാംസ് എല്ലാം അടുത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ തിരക്കിലായിരുന്നു. അസൈൻമെന്റ്സ്, സെമിനാർ, പ്രൊജക്ട്സ്, അങ്ങനത്തെ എല്ലാത്തിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ നയന് പിന്നീട് ഒരിക്കലും അവനോട് ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവരുടെ സെക്കൻഡ് ഇയറിലെ എക്സാമും കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷം പോലെ തന്നെ ആ വർഷവും അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാതെ നയന്റെ ലൈഫിൽ കടന്നുപോയി. അതിനൊരു ചെറിയ നിരാശ നയനുണ്ടായിരുന്നു. നയനേക്കാളും കൂടുതൽ മറ്റു 3 പേർക്കുമായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്കായിട്ട് പോയി. ഗായത്രിയും ലാവണ്യയും ഒരേ നാട്ടുകാരാണെങ്കിലും ലിതിനെ പേടിച്ചിട്ട് ഗായത്രി ലാവണ്യന്റെ വീട്ടിന്റെ പടി പോലും ചവിട്ടാറില്ലായിരുന്നു. ഒരു വെക്കേഷൻ ശരിക്കും ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. വീട്ടിലിരുന്നിരുന്ന് മടുത്തു. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ പോയ പിന്നെ ഞാൻ ഒറ്റക്കായിരിക്കും. ഇവിടുത്തെ അവസ്ഥ അതന്നെയാണ്. അവര് ജോബിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാണ്. പിന്നെ നിങ്ങൾ വിളിച്ച് ശല്യം ചെയ്യുന്നത് ഒരു സമാധാനം കിട്ടാറുണ്ട്. ഞാൻ ചിലപ്പം വിചാരിക്കും ലച്ചുവിനും ഗായന്റെ ഒക്കെ ഒരു ഭാഗ്യം, അവർ ഒരു നാട്ടുകാരായതുകൊണ്ട് എന്നും കാണാലോ. ശരിയാ, ഞങ്ങളൊരു നാട്ടുകാരാ. പക്ഷെ അവളെ ഞാനൊന്ന് ലാസ്റ്റ് കോളേജിൽ നിന്ന് കണ്ടു, പിന്നെ കണ്ടിട്ടില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അങ്ങോട്ട് പോവാറില്ല. അവളുടെ കാടമ്പൂച്ച ഏട്ടൻ്റെ അവിടെ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോവാറില്ല. എടി കുരങ്ങന്റെ ഏട്ടൻ എപ്പോഴും ഇവിടെ ഉണ്ടാവോ? നിനക്ക് ഇടക്കൊന്നും ഇങ്ങോട്ട് വരുന്നേനെന്താ? എടി ഞാനൊരു ദിവസം അങ്ങോട്ട് വരാൻ നിന്നതാ. അപ്പൊ അവന്റെ ഏട്ടനെ ഗേറ്റിന്റെ മുന്നിൽ കണ്ട്. പിന്നെ ഞാൻ ഓടി ഓട്ടത്തിലൂടെ പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല. അയാൾ എനിക്ക് കോളേജിൽ നിന്നേ സഹിക്കാൻ വയ്യ. ഇനിയിപ്പോ വെക്കേഷൻ താങ്ങൂല. വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ 2 ആഴ്ച ഉള്ളൂ. അപ്പൊ നീ എന്താക്കും? അത് ഓർത്തിട്ട് എനിക്ക് ആകെ സങ്കടം. കോളേജിലൊക്കെ വരുന്ന ഇഷ്ടം, നിങ്ങളൊക്കെ കാണാലോ. പക്ഷെ ആ കാടമ്പൂച്ചനും കാര്യം അലയ്ക്കുമ്പോഴല്ലോ എന്റെ എടി ഏട്ടനൊരു പാവാടി. ഉറങ്ങുമ്പോഴായിരിക്കും. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ സമാധാനം കിട്ടി. സത്യം, എനിക്കും പുതിയ ക്ലാസ്, പുതിയ സാറ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇയാള് തന്നെയാണോ അപ്പൊ ഇക്കൊല്ലം നമ്മുടെ ക്ലാസ് സാറ്? അത് ഞാൻ പറയാൻ മറന്നുപോയി. ഏട്ടൻ തന്നെ നമ്മുടെ ക്ലാസ് സാറ്. ഈ കാലം മിക്കവാറും തെക്കോട്ട് എടുക്കും. അപ്പൊ സ്റ്റുഡൻസ്, നമുക്ക് ഓൾറെഡി അറിയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ക്ലാസ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പ്രസിഡന്റിന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മളെ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ കൊല്ലത്തവർ നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അവർ തന്നെ ഈ കൊല്ലം ആയിക്കോട്ടെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? കണ്ടോ ആ കാടമ്പൂച്ച വന്നപ്പോ തന്നെ എനിക്കുള്ള പണി തന്നു. ഇല്ല സാർ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഉണ്ടാവില്ല, പണി കിട്ടിയ ഞങ്ങൾക്കാണല്ലോ. എന്താടാ നീ എന്താ നോക്കുന്നത്? അല്ല, വന്നിട്ട് ഋഷിനെ എവിടെയും കാണുന്നില്ലല്ലോ. ഇനി കോളേജ് എങ്ങാനും മാറിപ്പോയി കാണും. ഇവളത്. എടി നീ വാ തുറക്കുന്നത് തിന്നാൻ ദുരന്തം പറയാനാണോ? ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞല്ലേ. നിങ്ങൾക്ക് എന്താ പോസിബിലിറ്റി ഇത്ര ദേഷ്യം? എന്താണ് ഒരു ചർച്ച? പ്രത്യേകിച്ചൊന്നുമില്ല. ഋഷിനൊന്ന് കണ്ടിട്ടില്ല നമ്മൾ പറയായിരുന്നു. അവനത് ആ കോളേജ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. ആണോ? പോയി പറ. ഇപ്പോഴോ? പിന്നെ എപ്പോഴത്തേക്കാ? പോയി പറയാൻ നോക്ക്. എന്നാ പറയല്ലേ? പറയാം. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല.
ഉള്ള ധൈര്യം മൊത്തം സംഭരിച്ച് അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. അവർ കോളേജ് ഗ്രൗണ്ടിലൊക്കെ നടക്കുമ്പോഴായിരുന്നു എന്നും കാണാറുള്ള ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയായിരുന്നു ഋഷി അപ്പോഴും ഇരിക്കുന്നത്. അത് കാണുമ്പോഴെല്ലാം നയനും മറ്റു 3 പേർക്കും എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആ ഇഷ്ടമില്ലായ്മനെ ഒന്നും കൂടി കൂട്ടുന്ന രീതിയിലായിരുന്നു അവിടെ നിന്നിരുന്ന 3 പെൺകുട്ടികളുടെ സംസാരം. ഷോ, എന്തൊരു ലുക്കല്ലേ, അടിപൊളി ജോഡീസാണ് അവര്. പിന്നെ അല്ല, എത്ര കൊല്ലായി അവർ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് നിനക്കതറിയോ? എടി, നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് അവരെ കാണുന്നില്ലേ, ഇതേപോലെ തന്നെ. അവൻ വേറെ അധികം പെൺകുട്ടികളുടെ മര്യാദയ്ക്ക് സംസാരിക്കാൻ നീ കണ്ടിട്ടുണ്ടോ? അത് ശരിയാണ്. ഓ, എന്നാലും അടിപൊളി കപ്പിൾസ്. അവളൊരു ഭാഗ്യം നോക്കണേ, എന്നാ ലുക്ക് അവനെ കാണാൻ. കപ്പിൾസോ? അവർ തമ്മിൽ റിലേഷനിലാണോ? പിന്നെ അതറിയില്ലായിരുന്നു. ഓ, പറഞ്ഞ പോലെ നിങ്ങൾ ഈ കോളേജിലാണല്ലോ. ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം തൊട്ട് ഞങ്ങളുടെ കോളേജിലെ ഫേമസ് കപ്പിൾസ് ആണ് അവര്. ഋഷിയും മിത്ര എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒരേ അടിപൊളി ജോഡീസ് അല്ലേ അവര്. ഒരു നിമിഷം നയന് ഭൂമി നിലച്ച പോലെ തോന്നി. ഇത്രയും കാലം താൻ നെയ്തെടുത്തിരുന്ന സ്വപ്നമെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. എന്തെന്നറിയാത്തൊരവസ്ഥ. താൻ ഇഷ്ടപ്പെടുന്നവളുടെ മനസ്സിൽ മറ്റൊരുത്തിയാണ്. അതിനാരെ കുറ്റപ്പെടുത്തണം? അവനെ കുറ്റപ്പെടുത്തണോ, അതോ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതിയോ? ഈ കണ്ട കാലത്രയും ഒരു വിഡ്ഢിയെ പോലെ തൻ്റെ ഇഷ്ടം അവൻ എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് ആട്ടമാടിയതായിരുന്നല്ലോ. താൻ കെട്ടിയിരുന്നത് ഒരു വിഡ്ഢിവേഷമായിരുന്നല്ലോ എന്ന് ഓർക്കും തോറും നയൻ എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. എടോ ലാവണ്യ, എന്താ? അല്ല, താൻ ഒറ്റക്കാണോ? തന്റെ കൂടെയുള്ളവരൊക്കെ ഇവിടെ? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ചുമ്മാ ചോദിച്ചോന്നുള്ളൂ. എന്തിനാ വിളിച്ചെന്ന് പറ. അത് പിന്നെ ഒരു കാര്യം പറയാൻ. എന്ത് കാര്യം? അത് പിന്നെ എന്താ കണ്ടെങ്കിൽ പെട്ടെന്ന് പറ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അതൊന്നുമില്ല, താൻ പോയിക്കോ. എടി, എന്താ സീന്? നീ അയാളെ സംസാരിക്കുന്ന കണ്ടല്ലോ, അവനെ കടിച്ചു കയറാൻ നിൽക്കണ മാതിരി ഉണ്ട്. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവൻ മറ്റവന്റെ ഫ്രണ്ടാ. എവന്റെ എടിയോ, ആ കിഷിന്റെ ഫ്രണ്ടാണ് അവൻ. എടാ, നിങ്ങൾ 3 ഋഷിനോട് നീ ഇത്ര ദേഷ്യം കാണിക്കേണ്ട ആവശ്യം? എനിക്ക് ഋഷിനോട് ഇഷ്ടം തോന്നിയ മാതിരി അവന് തോന്നിയത് മിത്രനോടാന്നാണ്. അതിലെന്താ അത്ര തെറ്റ്? നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ തന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. നിനക്ക് എങ്ങനെ അങ്ങനൊക്കെ പറയാൻ പറ്റുന്നത്? എന്താ അങ്ങനെ പറയുന്നതിന്? എടാ, അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവനെന്നെ ചതിച്ചിട്ട് പോയതാണോ? അല്ലല്ലോ. അവന് ഞാനെന്ന് പറഞ്ഞ ഒരാളെ ചിലപ്പോൾ ഓർമ്മയും കൂടി ഉണ്ടാവില്ല. ആകെ 1-2 തവണ കണ്ടിട്ടുള്ളൂ. ഞാൻ അവനാണ് സ്നേഹിച്ചത്, അല്ലാതെ അവൻ എന്നല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ദേഷ്യത്തിന് ഒരു അർത്ഥമില്ല. പിന്നെ എന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ സാരമില്ല, കുറച്ച് കഴിയുമ്പം അതൊക്കെ മറന്നോളും, അല്ലെങ്കിൽ മാറിക്കോളും. പിന്നെ ഈ പിടിച്ചു വെക്കുന്നത് മാത്രമല്ലല്ലോ, വിട്ടുകൊടുക്കുന്നതും ഒരു തരത്തിൽ പ്രണയം തന്നെയല്ലേ. എടാ, അവൻ മിത്രന്റെ കൂടെ ഹാപ്പിയാണ്. അപ്പം പിന്നെ അവർ തന്നെയല്ലേ ഒന്നിക്കേണ്ടത്. അപ്പം അതങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ എൻ്റെത് സാരല്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. നയൻ, നീ അവനെപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എടാ, എന്തിനാടാ വെറുതെ? നമ്മുടേതാവൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ? മറന്നുകളാ പറയാൻ എത്ര എളുപ്പമുള്ള വാക്കല്ലേ. പക്ഷേ പറയുന്ന അത്ര എളുപ്പമായിരിക്കില്ല അത് പ്രവർത്തിച്ച് കാണിക്കാൻ. ഈ വൺ സൈഡ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു ചൂതാട്ടം പോലെ തന്നെയാണ്. ഗാംബ്ലിംഗ് കളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർക്ക് യാതൊരു ഉറപ്പുമില്ല ആ കളിയിൽ അവർ ജയിക്കോ അല്ലെങ്കിൽ തോൽക്കോ ഒന്നും അറിയില്ല. എന്നാലും അവർ പൈസ ഇറക്കി കളിക്കും. അഥവാ ആ കളി അവർക്ക് കിട്ടിയാലോ അല്ലെങ്കിൽ അത് അവർക്കുള്ള കളിയാണെന്നുള്ള ഒറ്റ പ്രതീക്ഷന്റെ പുറത്തും മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഈ വൺ സൈഡ് ലവും. അവരെ ഓപ്പോസിറ്റുള്ള ആൾ അവരെ സ്നേഹിക്കോ ഇല്ലേ അറിയില്ല. എന്നാലും എന്നെങ്കിലും അവരുടെ ഇഷ്ടം മനസ്സിലാക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർ ഓരോ തവണയും അവരെ അത്രമേൽ സ്നേഹിച്ചും കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ചൂതാട്ടം പോലെ തന്നെ അവസാനം പരാജയം ഏറ്റുവാങ്ങുമ്പോൾ വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും. ഒരിക്കലും നികത്താൻ പറ്റാത്ത അത്രമേൽ വലിയ നഷ്ടം. ഒരു ഭാഗത്ത് പണമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഇമോഷനായിരിക്കും. അതുപോലത്തെ ഒരു തീരാ നഷ്ടം തന്നെയായിരുന്നു നയനും സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ അറിയാം. ഋഷിയോടുള്ള അവളുടെ പ്രണയം അത് അവളെ കാറി തിന്നുകൊണ്ട് നിൽക്കുക എന്നുള്ളത്. ഓരോ തവണയും മിത്രനെയും ഋഷിനെയും ഒരുമിച്ച് കാണുമ്പോൾ ഉള്ളോണ്ട് അവൾ ഉരുകി തീരുക എന്നുള്ളത്. എന്നാലും 4 വർഷത്തെ അല്ലെങ്കിൽ അവളുടെ 5 വർഷത്തെ പ്രണയം ഒരു രാത്രി കൊണ്ട് അവൾക്ക് മറക്കാനോ മാറ്റാനോ പറ്റില്ലല്ലോ. സമയം വേണ്ടി വരും.
സ്റ്റുഡൻസ്, അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, പ്രിൻസിപ്പൾ പറഞ്ഞ നേരത്തെ നിങ്ങളും കേട്ടതാണല്ലോ, നമ്മുടെ ആർട്സ് ഡേ ആണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് പ്രിൻസിപ്പളിന് നിർബന്ധമാണ്. അറ്റ്ലീസ്റ്റ് ഒരു പ്രോഗ്രാമിനെങ്കിലും നിങ്ങൾ പേര് കൊടുത്തിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ക്ലാസ് പ്രസിഡന്റിനെ തുടങ്ങാം അല്ലേ? ഓ ലച്ചു, அந்த കാട്ടുപൂച്ച ഞങ്ങൾ കൈ കടിച്ചാണോ തുണ്ടെന്ന് മാറ്റിടുവേ. ഗായു അട്ടങ്ങ മോളെ. ഗായത്രി, കമോൺ വാ, ഒന്ന് പറ, താൻ എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നോക്കിക്കോ, ഇന്ന് അയാൾ ചോർച്ചിനെ തീർത്തെടുക്കും. ഹായ് സ്റ്റുഡൻസ്, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്നെല്ലാം അന്യമായി പോയിക്കൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ പണ്ട് കാലങ്ങൾ ഉത്സവങ്ങളിൽ മാത്രം കണ്ടുകൊണ്ട് നിന്നിരുന്ന കഥാപ്രസംഗം എന്ന ആ ഒരു കലാരൂപത്തെ ഞാൻ വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആഹാ, അത് കൊള്ളാലോ. എന്താ പേര്? പേരോ? കാട്ടുപൂച്ചയുടെ വിളയാട്ടം. പിന്നൊന്നും നോക്കില്ല, ഗായത്രി തന്റെ രോദനം അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ലിതിനെ കണ്ടപ്പം തൊട്ടുള്ള ഓരോ കാര്യവും അവൾ കഥ രൂപേണ പറയാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക് അത് വെറും ഒരു കഥ മാത്രമാണെങ്കിലും ലിതിനും മറ്റു 3 പേർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, ആ കാട്ടുപൂച്ചനെ അവിടെയുള്ള നാട്ടുകാർ തല്ലിക്കൊന്നു. ആഹാ, ഹാപ്പി എൻഡിങ്. ഓ, ഈ പെണ്ണത് എന്റെ ലച്ചു, എന്റെ ഏട്ടന്റെ മുഖം കണ്ടിട്ടേ മിക്കവാറും എന്റെ ഏട്ടന്റെ വിളയാട്ടായിരിക്കും ഇത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്. അത് ഉറപ്പല്ലേ? അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഈ പൊട്ടത്തിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഗായത്രി, കഥ വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സെയിം സ്റ്റോറി സ്റ്റാഫ് റൂമിൽ അവതരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ, ഇപ്പൊ ശരിയായി. അയ്യോ സാർ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ അവർ ആർട്സിനെ ഒന്ന് കണ്ടാ പോരെ. ഐഷ്, അതിന്റെ ആവശ്യമുണ്ട് ഗായത്രി. ഇത്ര നല്ല കഥ ടീച്ചേഴ്സ് ആദ്യം കേൾക്കട്ടെ, അവർക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരണ്ടേ? വേണം നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. വെറും കാട്ടപ്പൂച്ച മാത്രം കണ്ട, നമുക്ക് അണ്ണാൻകുട്ടിനെയും കൂടി കഥ കൊണ്ടുവരാം. എങ്ങനെ ഇരിക്കും? അടിപൊളി. നല്ല ഏട്ടൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അത് പിന്നെ കിട്ടിയാൽ മാത്രം പോരല്ലോ, കൊടുക്കാൻ വേണല്ലോ. വാ ഗായത്രി, ഇനി ബെല്ലടിക്കാൻ ആകെ 2 മിനിറ്റിലുള്ളൂ. വാ, നമുക്ക് സ്റ്റാഫ് റൂമിൽ നടക്കാം. അയ്യോ വേണ്ട സാർ. വേണം ഗായത്രി, വാ ഗായത്രി. പണി പാളി. അല്ല ഗായോടെ, നീ അവളെ വിളിക്കാൻ പോയതല്ലായിരുന്നോ? അവളെ വിളിക്കാൻ തന്നെയായിരുന്നു പോയത്. പക്ഷെ സ്റ്റാഫ് റൂമിൽ എത്തിയപ്പല്ലേ അവിടെ നിന്റെ ഏട്ടന്റെ വിളയാട്ടടി. അവളെ കൊണ്ട് ഓട്ടം തുള്ളല്, ചാക്യാർകൂത്ത്, അങ്ങനത്തെ എല്ലാ സകലമായ പരിപാടികളും നടത്തുന്നുണ്ട്. അവളവിടെ നിർത്തി പൊരിക്കുന്നുണ്ട്. ഇനി മേലെ അവളെ നിന്റെ ഏട്ടനോട് കളിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതതി വരുന്ന ഗായു, എങ്ങനെയുണ്ടെടി? നീ ഓക്കെ അല്ലേ? എന്റെ മോനെ, എന്റെ കാറ്റ് പോയി. അല്ലടി, നിന്റെ ഏട്ടൻ എന്തിനാ അലവരാക്കി? അതിന് സാറിന് എന്നാ പറഞ്ഞത്? തുടക്കം വെച്ച് നീയല്ലായിരുന്നു അവളൊരു കാട്ടുപൂച്ചന്റെ വിളയാട്ടം. അത് പിന്നെ ഞാനൊരു കഥ പറഞ്ഞതല്ലേ. കാറ്റ, നീ അത് കഥ പറഞ്ഞതല്ലാന്ന് ഞങ്ങൾക്ക് 3 മനസ്സിലായി. ഞങ്ങൾക്ക് മാത്രമല്ല സാറിനും. അതുകൊണ്ടാണല്ലോ നിനക്കിട്ട് കിട്ടിയത്. എന്തായാലും ഇതോടുകൂടി നീ പരിപാടി നിർത്തിയല്ലോ. ഇനി സാറിനോട് ചൊറിയാൻ പോണ്ട. ഹയ്യടി മോളെ, ആര് നിർത്തി? നീ നോക്കിക്കോ. എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അയാളെ കൊണ്ട് ഇക്ഷ ഇങ്ങനെ ചട്ടാട്ടാന്ന് വരപ്പിക്കലാ. ഇനി അത് ചെയ്തിട്ട് ഗായത്രി അടങ്ങുള്ളൂ. ഇവക്ക് എത്ര കിട്ടിയാലും മതിയാവൂലേ. നയൻ, ഗായു, നിങ്ങൾ ഇവിടെ ഇരിക്കാറ്. നിങ്ങൾ ലിതിൻ സാറെ വിളിക്കുന്നുണ്ട്, എന്തോ ആർട്സ് ഡേന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനെന്ന്. ഓ, ഇയാളിത് ഞാൻ ഇപ്പൊ അവിടെ ചിലപ്പോ ഇങ്ങോട്ട് വന്നത് ഇതിലെ കട 24 മണിക്കൂർ എന്നെ കണ്ടോണ്ടിരിക്കണം. അതിപ്പോ ഞങ്ങൾക്കും തോന്നായില്ല. അല്ല ലച്ചു, വന്ന് നിന്റെ ഏട്ടന് ഇപ്പൊ ഇവിടെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. ആക്കല്ലേ, വല്ലാതെ ആക്കല്ലോ. നീ എന്താ നോക്കി നിൽക്കവാ. നിങ്ങൾ മാത്രം പോണ്ട, ഞങ്ങളും കൂടി വരാം. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ ിൽ തത്തിയൊരീണത്തേൻ തുള്ളി. ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾ തുടിയായല്ലോ. വാവ് ഋഷി, അടിപൊളി
വോയിസിലുള്ള അടിപൊളി നീ പാടിയിട്ടുണ്ട്. ആ അതല്ലെങ്കിലും അങ്ങനെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ കോർത്ത് പാടുമ്പോൾ പാട്ടിന് കുറച്ച് ഭംഗിയൊക്കെ കൂടും. ഹർഷിന്റെ സംസാരം കേട്ടതും ഋഷിന്റെയും മിത്രയുടെ മുഖത്ത് വന്ന ചിരിയിൽ തന്നെ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഋഷി ആരെ ഉദ്ദേശിച്ചിട്ടാണ് ആ പാട്ട് പാടിയതെന്നുള്ളത്. അത് കണ്ടതും ലച്ചുവും ഗായുവും ചിത്തുവും നോക്കുന്നത് നയനെയായിരുന്നു. അവർക്കറിയാം ഇപ്പൊ അവളുടെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങളെല്ലാരും തന്നെ എങ്ങനെ നോക്കുന്നേ? ഞാൻ ഓക്കെയാണ്. എന്താണ് നയനിക താൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? തന്നെ ബാക്കിയുള്ള വാലക്കോട് പോയി. അവര് ചിത്തു വിവേക് സാറ് വിളിച്ചിട്ട് പോയതാണ്. പിന്നെ ഗായും ലച്ചും കൂടെ ആർട്സ് ലൈൻ ഒരു പ്രാക്ടീസിന് ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പൊ താനൊരു പ്രോഗ്രാമിലുണ്ടോ? ഞാനും ചിത്തും ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ആയിരുന്നു ഡാൻസ് പ്രാക്ടീസ്. പക്ഷെ എനിക്ക് ഇന്ന് എന്തോ ഒരു തലവേദന മാതിരി. അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിരിക്കാന്ന് വിചാരിച്ചത്. വേദന തലക്കാണോ അതല്ല മനസ്സിനാണോ? എന്താ സാർ? നോക്ക് നയൻ, തനിക്ക് നിരാശ കാമുകയുണ്ടല്ലോ, ആ ലൈൻ ഒട്ടും മാച്ച് അല്ല. സാറെന്താ പറയുന്നത്? ഞാനെന്താ പറഞ്ഞെന്നുള്ളത് തനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ടല്ലോ. സാറിന് നല്ല അതെങ്ങനെ ലച്ചു? ലച്ചു എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ഗേൾ. നോക്ക്, ലച്ചു എൻ്റെ സിസ്റ്ററാണ്. ലച്ചുവിൻ്റെ ഫ്രണ്ടാണ് താനും എനിക്ക് എൻ്റെ സിസ്റ്റർ തന്നെയാണ്. ഈ പെങ്ങന്മാർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നാലേ ആങ്ങളമാർക്കത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതവർ പറയണമെന്നൊന്നുമില്ല. പിന്നെ വിട്ട് കളയാനൊന്നും ഞാൻ പറയില്ല, അതൊന്നും അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ശരിയാണ്, ചില സമയത്ത് വൺ സൈഡ് ലവ് ഒരു തരം ടോർച്ചറിങ് ആയിരിക്കും. നമ്മളോട് തന്നെ ചെയ്യുന്ന ടോർച്ചറിങ്. ചില സമയത്ത് ഇതൊരു യുദ്ധമായിരിക്കും, നമ്മളോട് തന്നെ ചെയ്യുന്ന യുദ്ധവും. എനിക്കറിയാം നമുക്ക് ഈ ലോകത്തിനോട് യുദ്ധം ചെയ്യാൻ എളുപ്പമായിരിക്കും, പക്ഷെ സ്വന്തത്തിനോട് യുദ്ധം ചെയ്യാൻ അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് സ്വന്തം ഇമോഷൻസിനോട്. പക്ഷെ അതിനോടും യുദ്ധം ചെയ്ത് ജയിക്കുന്നവരാണ് യഥാർത്ഥ ശക്തർ. പിന്നെ നയൻ, ഈ വൺ സൈഡ് ലവ് എന്നൊക്കെ പറഞ്ഞാലേ അത് തനിക്ക് മാത്രമൊന്നുമല്ലോ, അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. തനിക്കൊരു വൺ സൈഡ് ലവ് ഉണ്ടാവും, എനിക്കും ഇതുമാതിരി ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മളൊക്കെ ചിലപ്പോൾ പലരുടെയും വൺ സൈഡ് ലവ് ആയിരിക്കും. പക്ഷെ എല്ലാവരും നമുക്ക് സ്നേഹിക്കാൻ പറ്റും, എല്ലാവരും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും? ഇല്ലല്ലോ. അപ്പൊ ചിലരൊക്കെ നമുക്ക് വേദനിപ്പിക്കേണ്ടി വരും, ചിലരൊക്കെ കാരണം നമ്മൾ വേദനിക്കും, ചിലരൊക്കെ നമുക്കും വേദനിപ്പിക്കേണ്ടി വരും. അതൊക്കെ തന്നെയാണ് ലൈഫ്. പിന്നെ നമുക്ക് വിധിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ സമയമാകുമ്പോൾ അയാൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ പറഞ്ഞു വരുന്നതല്ല, എന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ താൻ പഠിക്കേ, ഇപ്പൊ താന് തൻ്റെ ഈ പ്രണയവും അല്ലെങ്കിൽ പ്രണയ നൈരാശ്യക്കുറത്ത് ഈ കോളേജ് ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുന്നത്. ഇതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് പ്രേമിക്കാനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഋഷി തനക്ക് വിധിച്ച ആളാണെന്നുണ്ടെങ്കിൽ, കാലം തനിക്ക് വേണ്ടി കാത്തു വെച്ചതാണെങ്കിൽ എന്തായാലും അവൻ തൻ്റെ അടുത്ത് തന്നെ എത്തും. സാർ, ലച്ചുവിന്റെ എല്ലാ ഫ്രണ്ട്സും സാറിന്റെ സിസ്റ്റേഴ്സ് ആണോ? ആ ചോദ്യത്തിൽ തന്നെ നമുക്കുള്ള ഉത്തരം ഉണ്ടല്ലോ അല്ലേ? പ്രണയമൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എല്ലാ പ്രണയങ്ങളും സക്സസ് ആവണമെന്നില്ല. ഇനി സക്സസ് ആയ പ്രണയങ്ങൾ തന്നെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കണമെന്നുമില്ല. ചില കാര്യങ്ങളൊന്നും നമ്മുടെ കൈപ്പിടിയിൽ ഉള്ളതല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളെ കൊണ്ട് നമ്മളെ സ്നേഹിപ്പിക്കാൻ അത് നമുക്ക് പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതിനോർത്ത് വേദനിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യത്തെ ഓർത്ത് സന്തോഷിക്കുന്നത്. അത് തന്നെയായിരുന്നു നയനും ചെയ്തിരുന്നത്. ഋഷിനെ അവൾ മറന്നതല്ല, പക്ഷെ തൻ്റെ കോളേജ് ലൈഫ് അതൊന്നിനു വേണ്ടി കളയാൻ അവൾ തയ്യാറല്ലായിരുന്നു. പറയുന്നത്ര അത് അവൾക്ക് എളുപ്പമല്ലായിരുന്നു. ഓരോ തവണ ഋഷിനെയും മിത്രനെയും കാണുമ്പോൾ അവൾ ഉള്ളിൽ പെടയാറുണ്ടായിരുന്നു. പക്ഷെ എന്തിനും ഏതിനും അവൾക്ക് സപ്പോർട്ടായിട്ട് ആ 3 അംഗ സംഘം ഉണ്ടായിരുന്നു. അവർ മാത്രമല്ല, ലിതിന് പറഞ്ഞതുപോലെ തന്നെ അവന് ലച്ചുവിനെ പോലെ തന്നെ ആയിരുന്നു നയൻ. തിരിച്ച് നയനും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു സാറിനേക്കാൾ ഉപരി ഒരു സഹോദരന്റെ സ്ഥാനത്തേക്ക് ലിതിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ തകർച്ചയിലും ഈ തളർച്ചയിലും അവളെ കൂടെ നിൽക്കാൻ ഒരു താങ്ങായിട്ട് അവനുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കോളേജ് ലൈഫ് അവിടെ അവസാനിച്ചു. ആ കോളേജിന്റെ പടി ഇറങ്ങുന്നതിന് മുൻപേ അവസാനമായിട്ട് ഋഷിയൊന്ന് കാണണമെന്ന് അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ വേണ്ടെന്ന് മനസ്സ് മന്ത്രിച്ചു. അത് തന്നെ ശരിയെന്നും നയന് തോന്നി. ഒരിക്കൽ ലിതിൻ പറഞ്ഞതുപോലെ തന്നെ കാലം അവക്ക് വേണ്ടി കാത്തു വെച്ചതാണ് ഋഷി എന്നുണ്ടെങ്കിൽ സമയമാകുമ്പോൾ അത് അവളുടെ അടുത്ത് തന്നെ എത്തിക്കോളും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ. ജീവിതത്തിൽ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റണമെന്നില്ലല്ലോ, ചിലതൊക്കെ വിട്ട് കളയേണ്ടി വരും. അങ്ങനെ 3 വർഷം കടന്നുപോയി. എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. വിവേകിന്റെയും ചൈതന്യന്റെയും കല്യാണം കഴിഞ്ഞു. വിവേകിന്റെയും ചൈതന്യന്റെയും മാത്രമല്ല, ലിതിന്റെയും ഗായത്രിൻ്റെതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലിതിന്റെ പ്രപ്പോസൽ വന്നപ്പം തന്നെ ഗായത്രി ചാടിക്കറി ഓക്കെ പറഞ്ഞിരുന്നു. അതിന്റെ പിന്നിലെ ചേതോവികാരം മറ്റൊന്നുമല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് ഇക്ഷ ഇഞ്ഞ നണ്ണ ടട്ട വരപ്പിക്കണം, അതായിരുന്നു ഗായത്രിയുടെ ആഗ്രഹം. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ലിതിൻ അവളെ കൊണ്ടാണ് വരപ്പിച്ചതെന്ന് മാത്രം. അതോടുകൂടി അവൾ വീണ്ടും പെട്ടു. ഇനി ലച്ചുവിന്റെ കാര്യം പറയാനാണെങ്കിൽ
3 നേരം വെച്ചിട്ട് എല്ലാറും മാതിരി വീട്ടുകാരെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു തനിക്ക് കെട്ടാനായി എന്നുള്ളത്. പക്ഷെ എന്തോ വീട്ടുകാരെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. വന്ന് വീട്ടുകാർക്ക് തീരെ ഉത്തരവാദിത്വ ബോധമില്ല എന്നാണ് വെച്ചിന്റെ അഭിപ്രായം. ഇനി നയന്റെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ അവളുടെ ലൈഫിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും മാറാത്തത് ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഋഷിനോടുള്ള അവളുടെ പ്രണയം. എന്തോ ഋഷി ഇപ്പോഴും അവളുടെ ഉള്ളിൽ ഉണങ്ങാത്തൊരു മുറിവാണ്, ഓർക്കും തോറും വേദനിപ്പിക്കുന്ന ഒരു മുറിവ്. ചില ഇഷ്ടങ്ങളും ഓർമ്മകളും അങ്ങനെ, അതിനൊരിക്കലും മരണം കാണില്ല, മറവിയും കാണില്ല. നമ്മൾ മണ്ണോട് അലിയും വരെ അത് നമ്മളെ കൂടെ തന്നെ കാണും. അത് തന്നെയായിരുന്നു നയന്റെ അവസ്ഥ. ആ ഹലോ അമ്മ. എന്താ മോളെ നീ നേരത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? ഡ്രൈവിങ്ങിലായിരുന്നോ? ആ അമ്മ ഡ്രൈവിങ്ങിലായിരുന്നു. ഓ, എന്നിട്ടിപ്പോ റൂമിൽ എത്തിയോ? ആ അതാ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഫുഡ് വല്ലതും കഴിച്ചോ നീ? ഇല്ല, ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഇനി ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അല്ല മോളെ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അയച്ച ഫോട്ടോയുടെ കാര്യം എന്തായി? നീ പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. അവരിതാ ഇപ്പം കൂടെ വിളിച്ചിട്ടുള്ളൂ എന്താ നമ്മുടെ തീരുമാനം അറിയാൻ വേണ്ടിട്ട്. നീ ഒന്നും പറയാത്തോണ്ട് ഞങ്ങൾക്കൊട്ടൊന്നും പറയാനും കഴിഞ്ഞില്ല. നീ നിന്റെ തീരുമാനം പെട്ടെന്ന് അറിയിക്കി. ആ ഫോട്ടോ കണ്ട് നിനക്ക് ഇഷ്ടായോ? അമ്മ അത് പിന്നെ എന്താ മോളെ, ഇത് എത്രാമത്തെ നീ ഇപ്പൊ വേണ്ടാന്ന് വെക്കുന്നത്? വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? എന്തെങ്കിലും നീ പറ. നിനക്ക് നീ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അതും പറയാലോ. എന്തിനാണ് മടി കാണിക്കുന്നത്? നിനക്കറിയാലോ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ എതിരെ നിൽക്കില്ല എന്നുള്ളത്. അമ്മ അങ്ങനെയൊന്നുമല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എന്നാ പിന്നെ ഞാൻ ഇതോട് അവർക്ക് വാക്ക് കൊടുക്കട്ടെ? അത് ആ കൊടുത്തോ. അമ്മനോട് സമ്മതം അറിയുമ്പോഴും നയന്റെ ഉള്ളിൽ പൂർണ്ണ സമ്മതമല്ലായിരുന്നു. അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് അവൾക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. എന്തോ ഇഷ്ടപ്പെടാത്തൊരു ജീവിതം ഇനി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്നൊരു തോന്നലായിരുന്നു നയൻ ഉണ്ടായിരുന്നത്. പക്ഷെ തനിക്ക് ഒരിക്കലും കിട്ടാത്ത പ്രണയത്തെ ഓർത്ത് താൻ വേദനിക്കുന്നത് പോരാതെ വീട്ടുകാരെയും കൂടി വേദനിപ്പിക്കാണല്ലോ ഓർക്കും തോറും അവൾക്ക് ആ കല്യാണത്തിന് സമ്മതം അറിയിക്കാനായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ കല്യാണത്തോട് അടുക്കും തോറും നയന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു. എന്തോ ഒന്നിനോട് അവൾക്കൊരു താല്പര്യമില്ലാത്തതുപോലെ. തന്റെ കല്യാണമാണ് നടക്കണമെന്നുള്ള ഒരു ഉത്സാഹവും അവക്കില്ലായിരുന്നു. നിന്റെ കല്യാണത്തിന് ഇല്ലാത്ത ലീവ് ഒപ്പിച്ച് ഞങ്ങൾ വന്നപ്പോ നീ ഇവിടെ ഇല്ല. എടാ അത് പിന്നെ മാനേജ്മെന്റ് പറഞ്ഞതേ കല്യാണത്തിന് 2 ദിവസം മുന്നേ എനിക്ക് ലീവ് കിട്ടുള്ളൂ എന്നാണ്. ലീവ് കിട്ടുള്ളൂ എന്നാണോ അല്ലെ നീ അപ്പോൾ എടുക്കുള്ളൂ എന്നാണോ? നീ ശരിക്കും ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഓക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. ആവായിരിക്കും. എടാ നയൻ, എടാ ഒരു മിനിറ്റ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ നയൻ, തിരക്കിലാണോ? ഇതാരാ എനിക്കവിടെ മനസ്സിലായിട്ടില്ലല്ലോ. ഓ, അതിന് എങ്ങനെ മനസ്സിലാവാനാ? നമ്മുടെ കല്യാണം ഉറപ്പിച്ചോളൂ, ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. എന്തിന്, ഒന്ന് കണ്ടിട്ട് പോലില്ലല്ലോ അല്ലേ? ആ ഇപ്പൊ മനസ്സിലായി. സോറി, എന്റെ കയ്യിൽ നമ്പർ ഇല്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായി ആ സംസാരം കേട്ടപ്പോ തന്നെ. അല്ല, താനെന്താ നാട്ടിലോട്ട് വരാത്തത്? കല്യാണത്തിന്റെ പർച്ചേസിങ്ങിനൊന്നും തന്നെ കണ്ടിട്ടില്ല. അതാ പിന്നെ ആന്റിന്റെ കയ്യിൽ നമ്പർ വാങ്ങി തന്നെ വിളിച്ചു നോക്കാന്ന് വിചാരിച്ചത്. അത് പിന്നെ എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല. ലീവ് കല്യാണത്തിന് 2 ദിവസം മുന്നേ തരുള്ളൂ എന്ന് പറഞ്ഞത്. ഓ അങ്ങനെ. എനിക്ക് തന്നെ ഒന്ന് കണ്ട് സംസാരിക്കാന്നുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിന് മുന്നേ ഒന്ന് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു അപരിചിതം ഒന്ന് ഒഴിവാക്കായിരുന്നു. അത് നാട്ടിലോട്ട് എനിക്കിപ്പോ വരാൻ പറ്റില്ല. കുഴപ്പമില്ല, ഞാന് താനുള്ള സ്ഥലത്ത് ഇപ്പൊ ഉണ്ട്. അപ്പൊ നമുക്ക് നാളെ ബീച്ചിൽ വെച്ചൊന്ന് കണ്ടാലോ? എന്തോ ആ കൂടിക്കാഴ്ച വേണ്ടെന്ന് വെക്കാൻ നയന് തോന്നിയില്ല. അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഋഷിയെക്കുറിച്ച് എല്ലാം അയാളോട് തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ അതിന് ഓക്കെ പറയുകയും ചെയ്തു. ഹായ് നയൻ, കുറെ നേരം വന്നിട്ട് ഞാൻ ബ്ലോക്കിൽ വിട്ടുപോയി. അതാ അത്ര ലേറ്റ് ആയത്. അത് ഇല്ല, കുറച്ച് നേരമായിട്ടുള്ളൂ. എന്താണ് നയൻ ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുന്നത്? അപ്പൊ എന്റെ ഊഹം ശരിയാണ്, താൻ എൻ്റെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലേ? അത് പിന്നെ ഇറ്റ്സ് ഓക്കെ, താങ്കളുടെ ഉരുളണ്ട. തൻ്റെ ഒഴിഞ്ഞുമാറ്റം, അതിനെനിക്ക് പല ഡൗട്ടും ഉണ്ടായിരുന്നു. അതാണ് ഇന്നൊന്ന് സംസാരിക്കാൻ വേണ്ടി തന്നോടൊന്ന് വരാൻ പറഞ്ഞത്. നോക്ക്, പേര് അറിയലുണ്ടാവില്ലല്ലേ? എൻ്റെ പേര് അഭിജിത്ത്. അഭിജിത്ത്, എനിക്ക് തന്നോടും കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതാ പിന്നെ താൻ വിളിച്ചപ്പം ഞാനും വരാന്ന് പറഞ്ഞത്. തനിക്കെന്താ സംസാരിക്കാനുള്ളത്? തനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്നല്ലോ, അത് വല്ലതാണോ? അത് എനിക്കെങ്ങനെ മനസ്സിലായെന്നാണോ? എടോ, തൻ്റെ ഒഴിഞ്ഞു മാറ്റം എന്നെ കണ്ടിട്ട് തനിക്ക് മനസ്സിലായിട്ടില്ല.
താൻ എൻ്റെ ഒരു ഫോട്ടോ പോലും നോക്കിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ പേര് പോലും തനിക്ക് അറിയില്ല. ഇരുന്നൊക്കെ തന്നെ എനിക്ക് മനസ്സിലാക്കിയ പോലെ തനിക്ക് എന്നോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്, ഈ കല്യാണം തൻ്റെ ഇഷ്ടത്തോടു കൂടിയല്ല നടന്നെന്നുള്ളത്. അങ്ങനല്ല, എൻ്റെ വീട്ടുകാർ എന്നോട് സമ്മതം ചോദിച്ചിട്ടും ഞാൻ ഓക്കെ പറഞ്ഞോട് തന്നെ കല്യാണം നടന്നത്. പക്ഷേ താൻ മോശമായതുകൊണ്ടല്ല. പക്ഷേ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ടായിട്ട് അവൾ പറഞ്ഞു അവളുടെ ഋഷിയുടെയും കഥ. മനസ്സിൽ ഇപ്പോഴും ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ അവൻ ഇപ്പോഴും നിൽക്കുന്നത്, അവനിൽ നിന്നും ഒരു മോചനമില്ലാത്തത്. അങ്ങനെ ഓരോന്നും അക്കമിട്ട് അവൾ അഭിയോട് പറയാൻ തുടങ്ങി. എടോ, എന്നോട് സമ്മതം ചോദിച്ചിട്ട് തന്നെ വീട്ടുകാർ ഈ കല്യാണത്തിന് നിങ്ങളടുത്ത് ഓക്കെ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതും എനിക്കിതിന് ഒരു മോചനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്, ഒക്കെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ലടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനെ മറക്കാനോ അവന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാനോ എനിക്ക് പറ്റുന്നില്ലടോ. നയൻ, തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവടോ. താൻ പറഞ്ഞത് ശരിയാ, ഞാനും താനും സെറ്റാവില്ല. അതെനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ തൻ്റെ ലൈഫ് അത് തനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. എന്തിനാ വെറുതെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? അതിനേക്കാൾ നല്ലത് വേണ്ടാന്ന് വെക്കുന്നതന്നല്ലേ. പിന്നെ എന്നെ ഇത് തൻ്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് താൻ ഒരിക്കലും വിഷമിക്കാൻ വേണ്ട. അതിലെനിക്കൊരു വിഷമമില്ല. ഇനി കല്യാണം നടന്നിട്ടില്ലെങ്കിലും എന്താ, തനിക്ക് ഞാൻ എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും. ആ ഉറപ്പ് ഞാൻ തനിക്ക് തരാം. എടോ, തനിക്ക് എൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ലടോ. എന്തിന്? എനിക്ക് എൻ്റെ അടുത്ത് ഒരു ദേഷ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, താൻ എനിക്ക് നല്ല സുഹൃത്താ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ കല്യാണം നടന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ കല്യാണക്കുറി ഒന്ന് നോക്കിക്കാള്. അല്ല, എൻ്റെ സെലക്ഷൻ ആയിരുന്നേ. അല്ല, നല്ലതാണെങ്കിൽ എനിക്ക് എൻ്റെ കല്യാണത്തിനും അതേമാതിരി എടുപ്പിക്കാലോ. അതുകൊണ്ടാണ്. താൻ എത്ര ഈസി ആയിട്ടോ ഈ കാര്യം ഹാൻഡിൽ ചെയ്തത്. എന്തായാലും തന്നെ കെട്ടുന്ന പെണ്ണ് ഭാഗ്യവതി ആയിരിക്കും. ഓ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതെനിക്ക് അറിയാലോ. എന്തായാലും താൻ ആ ഇൻവിറ്റേഷൻ ലെറ്റർ നോക്കിക്കാള്. എന്താ നയൻ, ഞെട്ടിപ്പോയോ? മര്യാദയ്ക്ക് തന്റെ അമ്മ അയച്ചു തന്നിരുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ പന്തം കണ്ട പേടിച്ചാലേ നിൽക്കേണ്ട വല്ല കാര്യം വരുമായിരുന്നു. എടാ, നീ എല്ലാം കൂടെ പറഞ്ഞ അവളെ ഞാൻ ഞെട്ടിക്കാതെ. എന്താ ഞാൻ ആകെ കിളി പോയി നിൽക്കുന്നുണ്ടല്ലോ. എടോ, തനിക്ക് ഈ കല്യാണത്തിനോട് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാരണം ഋഷിയാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നയൻ, എല്ലാ കഥയ്ക്കും ഒരു മറുവശം കാണും. എപ്പോഴും നമ്മൾ കാണുന്നത് തന്നെ അവൻ ശരിയൊന്നുമില്ലല്ലോ. നിന്റെ കണ്ണില് അവനോടുള്ള പ്രണയം അതെല്ലാവരും കണ്ടു. പക്ഷെ അവന്റെ കണ്ണില് നിന്നോടുള്ള പ്രണയം അതാരും കണ്ടില്ല. അതെ, ഹർഷു പറഞ്ഞ പോലെ തന്നെ എല്ലാ കഥയ്ക്കും ഒരു മറുവശം കാണും. എപ്പോഴും നമ്മൾ കാണുന്നതിന് അവന് ശരിയെന്നില്ലല്ലോ. അതുപോലെ തന്നെയായിരുന്നു ഋഷിന്റെ നയന്റെ സ്റ്റോറി. നയന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഋഷി അവളുടെ ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു. അതുപോലെ തന്നെ ഋഷിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നയൻ അവന്റെ ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു. നയന്റെ പോലെ തന്നെ ഋഷിക്കും പറയാനുണ്ടായിരുന്ന ഒരു കഥ, തന്റെ ആദ്യ പ്രണയം, ആദ്യമായി നയനെ കണ്ടുമുട്ടിയത്, അങ്ങനെ ഓരോന്നും അക്കമിട്ട് അവനും പറയാനുണ്ടായിരുന്നു. അതെന്താന്നുള്ളത് നമുക്ക് അടുത്ത പാർട്ട് കാണാം.